താലി എന്ന സ്റ്റോറിയുടെ 3-ാം പാർട്ടാണിത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പക്ഷേ ഒരിക്കൽ പോലും ഏതൻ സ്റ്റീജയുമായി ട്രീറ്റ്മെൻറ്റിന് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയുകയുമില്ല. അതുപോലെ സ്വാമി സാർ ഒരിക്കലും രോഗിയെ കാണാതെ ചികിത്സ കൊടുക്കാറുമില്ല. പക്ഷേ സ്റ്റീജയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അറിയില്ല, എന്തൊക്കെയോ ദുരൂഹതകൾ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ട് താനും. മനീഷ് തൻ്റെ ഉള്ളിലെ ആശയക്കുഴപ്പം മറച്ചു വെച്ചില്ല. മുക്തയ്ക്ക് തലക്കുള്ളിൽ ആകെ മൊത്തം ഒരു പുകമയം പോലെയാണ് തോന്നിയത്. ഏതൻ താൻ അറിഞ്ഞതൊന്നുമല്ല, ഇനിയും അവനെപ്പറ്റി അറിയാൻ ഏറെയാണെന്ന് അവൾ അന്നേരം ഉറപ്പിച്ചു. അറിയണം, കൂടുതൽ അറിയണം, മുക്ത മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു. പിറ്റേന്ന് ചിറ്റൂർ കോളനിയിലേക്ക് പോകുമ്പോൾ മുക്തയുടെ ഉള്ളിൽ കഴിഞ്ഞ വട്ടം പോയപ്പോൾ ഉണ്ടായിരുന്ന ആത്മവിശ്വാസമില്ലായിരുന്നു. ഏതൻ അവനെ പൂർണ്ണമായും തള്ളിക്കളയാൻ മനസ്സ് സമ്മതിക്കുന്നില്ലായിരുന്നു. ഏതൻ്റെ വീടിൻ്റെ വാതിൽ മുട്ടുമ്പോൾ അവളുടെ മുഖം ആശങ്കകൾ കൊണ്ട് മുറുകിയിരുന്നു. ഏറെ നേരം മുട്ടിയിട്ടും വാതിൽ തുറക്കാതെ വന്നപ്പോൾ ആരുമില്ലെന്നൊരു തോന്നലിൽ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയപ്പോഴാണ് അപ്പുറത്തെ മതിലിൻ്റെ അരികിൽ നിന്നും ഒരമ്മച്ചി തന്നെ നോക്കി നിൽക്കുന്നത് മുക്തയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. മുക്ത ഒന്ന് ആലോചിച്ച് നിന്നതിന് ശേഷം പതിയെ അവരുടെ അടുത്തേക്ക് നടന്നു. മോളേതാ? അവർ കണ്ണ് ശരിക്കും പിടിക്കാത്തതുപോലെ മുക്തയെ ചുഴിഞ്ഞു നോക്കി. ഞാൻ ഇവിടുത്തെ മേരി അമ്മച്ചിയെ പറഞ്ഞു തുടങ്ങിയത് മുക്ത പെട്ടെന്ന് വിഴുങ്ങിക്കളഞ്ഞു. ഞാൻ സെൻസസ് എടുക്കാൻ വന്നതാണ് അമ്മച്ചി. ആ വീട്ടിൽ ആരുമില്ലേ? മുക്ത കണ്ണുകൾ ചുരുക്കി ആ സ്ത്രീയെ ഒന്ന് നോക്കി. ആ, അവിടുത്തെ കാര്യമൊന്നും ആർക്കും അറിയത്തില്ല മോളെ. ഞങ്ങൾ അയൽക്കാരൊന്നും അങ്ങോട്ട് കിടക്കാറില്ല. അവർ വലിയ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു. അതെന്താ? മുക്ത അല്പം കൂടെ അവരുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു. അത് ആ ചെറുക്കൻ്റെ വീടാണ്. ഏതൻ്റെ കുത്തും വെട്ടും കൊലപാതകവുമായി നടക്കുന്ന ഒരുത്തനാണ്. മനുഷ്യത്വം തൊട്ട് തേണ്ടിയിട്ടില്ല, ആ സ്ത്രീ സ്വകാര്യം പറയുന്ന പോലെ മുക്തയോട് പറഞ്ഞു. മുക്തക്ക് അല്പം ആശ്വാസം തോന്നി. താൻ ധരിച്ചു വെച്ചതൊന്നും തെറ്റല്ല എന്നൊരാശ്വാസം. അയാൾ അവിടെ ഒറ്റക്കാണോ? വേറെ ആരും ഇല്ല അവിടെ? മുക്ത ഒന്ന് എറിഞ്ഞു നോക്കി. ആ കൊച്ചൻ്റെ തള്ളയും പെങ്ങളുമുണ്ട്. പെങ്ങളെന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മച്ചിയുടെ 2-ാം കെട്ടിലെയാ. ഇവരിവിടെ താമസാക്കി തുടങ്ങിയിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് വലിയ ധാരണ ഒന്നും അവരെ പറ്റിയില്ല, ആ സ്ത്രീ തുറന്നു പറഞ്ഞു. പിന്നെ ആ പെണ്ണും അത്ര നല്ലവളൊന്നുമല്ല. ആദ്യ ഭർത്താവിനെ വിഷം കൊടുത്തു കൊന്നവളാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആര്? മേരി അമ്മച്ചിയോ? മുക്ത അറിയാതെ ചോദിച്ചുപോയി. എതിരെ നിന്ന സ്ത്രീയുടെ നെറ്റി ചൊളിഞ്ഞപ്പോഴാണ് താൻ ചോദിച്ചു പോയ അബദ്ധത്തെക്കുറിച്ച് മുക്തക്ക് ധാരണ ഉണ്ടായത്. അവരുടെ മുഖത്ത് പെട്ടെന്ന് പരിഭ്രമം നിറഞ്ഞു. സെൻസസ് എടുക്കാൻ വന്ന കൊച്ചാണെന്ന് കരുതി വിളിച്ചു കൂവിയത് മുഴുവൻ അബദ്ധമായെന്ന് ആ സ്ത്രീക്ക് തോന്നി. മേരി അമ്മച്ചി എന്ന് വിളിക്കണമെങ്കിൽ ആ കുടുംബത്തോട് അടുപ്പമുള്ള ആരെങ്കിലും ആയിരിക്കും അതെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അവർ കൂടുതൽ സംസാരത്തിനൊന്നും നിൽക്കാതെ വീട്ടിലേക്ക് കയറിപ്പോയി. മുക്ത പിന്നിൽ നിന്ന് വിളിച്ചെങ്കിലും അവർ തിരിഞ്ഞു പോലും നോക്കിയില്ല. താൻ കേട്ടതിനും അപ്പുറം എന്തൊക്കെയോ സത്യങ്ങളുണ്ടെന്ന് അവൾക്ക് അന്നേരം ഉറപ്പായി. ഭാരം പിടിച്ച ചിന്തകളുമായി തിരിഞ്ഞു നടക്കവെയാണ് മുക്തയുടെ ഫോൺ ബെല്ലടിച്ചത്. അതിൽ തെളിഞ്ഞു വരുന്ന ഏതൻ എന്ന പേര് കാണെ അവളുടെ ഉള്ളിൽ ഇതുവരെ അറിയാത്ത ഒരു വികാരം കുതിച്ചുയർന്നു. തീർച്ചയായും തൻ്റെ കയ്യിലുള്ള പെൻഡ്രൈവിന് തന്നെയായിരിക്കും അവൻ വിളിക്കുന്നത് എന്നവൾ ഊഹിച്ചു. അന്നേരം ആദ്യമായി ഏതനെ നേരിട്ട് കണ്ട ആ നിമിഷം മുക്തയുടെ ഉള്ളിലേക്ക് ഓടി വന്നു. അവൻ അന്ന് തന്നെ നോക്കിയ നോട്ടത്തിൽ എവിടെയും ഒരു അപാകത അവൾക്ക് തോന്നിയില്ല. കണ്ണിൽ നോക്കി സംസാരിച്ചവൻ, ശാന്തമായി മറുപടി നൽകിയവൻ, സ്റ്റീജയെയും അവനെയും ചേർത്ത് താൻ നടത്തിയ പരാമർശം കേട്ടിട്ടാണ് അവൻ അന്ന് പൊട്ടിത്തെറിച്ചതുപോലും. സ്റ്റീജ മോളെ താമസിപ്പിച്ച വീട് ഒരു രാത്രി കൊണ്ട് ഇടിച്ചു തകർത്തവന് തൻ്റെ കയ്യിലിരിക്കുന്ന പെൻഡ്രൈവ് തിരിച്ചെടുക്കാൻ നിമിഷങ്ങൾ മതി. പക്ഷേ അവൻ എന്നെ തോറ്റു പിന്മാറാൻ പ്രേരിപ്പിക്കുകയല്ലാതെ വളഞ്ഞ വഴികൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ അവൻ തന്നെ ആയിരിക്കുമോ ശരി? താൻ അറിഞ്ഞതെല്ലാം അപ്പോൾ സ്ക്രീനിൽ ഏതൻ എന്ന പേര് മാഞ്ഞു പോയതും നോക്കി മുക്ത തരിച്ചു നിന്നു. ആ കൊച്ച് ഫോൺ എടുത്തില്ലേ ഏതാ? ആൻ്റണി ആലോചനയോടെ ഇരിക്കുന്ന ഏതൻ്റെ അരികിൽ വന്ന് നിന്നു. ഇല്ല. ഇനി എന്താ നിന്റെ തീരുമാനം? ആ പെൻഡ്രൈവിൻ്റെ വില അറിയാലോ?
വാസുവേട്ടൻ്റെ രാഷ്ട്രീയ ഭാവി അതിലാണ്. ഒറ്റയടിക്കെല്ലാം തകർന്ന് തരിപ്പണാവും. ആൻ്റണി ഓർമ്മിപ്പിച്ചു. വാസുവേട്ടായിരുന്നില്ല അവളുടെ ലക്ഷ്യം. അവൾ ഉന്നം വെച്ചത് എന്നെയായിരുന്നു, അതും തെറ്റിദ്ധാരണയുടെ പുറത്ത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും അവൾക്ക് ക്ഷമിച്ചു കൊടുത്തു നിന്നത്. ഏതൻ ദീർഘമായി ഒന്ന് ശ്വസിച്ചു. പൊടുന്നനെ മൈക്കിൾ വാതിൽ തുറന്ന് മുറിക്കുള്ളിലേക്ക് കയറി. അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു വെപ്രാളം. എന്താടാ? ഏതൻ നെറ്റി ചുളിച്ചു. വാസുവേട്ടൻ വരുന്നുണ്ട്, മൈക്കിൾ തിടുക്കത്തിൽ പറഞ്ഞു. ഏതൻ വേഗത്തിൽ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് കടങ്ങാൻ ഒരുങ്ങിയപ്പോഴേക്കും വാസുദേവൻ അകത്തേക്ക് വന്നു കഴിഞ്ഞിരുന്നു. 5.5 അടി പൊക്കത്തിൽ തടിച്ചു കൊഴുത്തൊരു മനുഷ്യൻ, കണ്ണുകൾ ചുവന്ന് ഗൗരവം നിറഞ്ഞ മുഖവുമായി ഒരാൾ. ഒറ്റ നോട്ടത്തിൽ ഒരാൾക്ക് അയാളുടെ ഉള്ളിലെ ക്രിമിനൽ മൈൻഡ് തിരിച്ചറിയാൻ സാധിക്കും. വാസുവേട്ടൻ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? വിളിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ആൻ്റണി വേഗത്തിൽ ഒരു കസേര വലിച്ചിട്ട് വാസുവിന് ഇരിക്കാൻ ഇടം കൊടുത്തു. വരേണ്ട കാര്യമുണ്ടായിരുന്നു. ആദ്യത്തെ പോലെ ഒന്നുമല്ലല്ലോ കാര്യങ്ങൾ. എന്നോട് പറയാതെ പലതും മറച്ചു വെച്ച് ശീലമുണ്ടല്ലോ നിങ്ങൾക്കൊക്കെ. വാസു കത്തുന്ന കണ്ണുകളോടെ ഏതേനും ഒരു നോട്ടം നോക്കി. ഏതൻ്റെ മുഖം കുറ്റവാളിയെ പോലെ കുനിഞ്ഞുപോയി. ഏതാ അവള്? നിന്റെ താവളത്തിൽ കയറി നമ്മളുടെ അടിവേര് തുറന്നു കൊണ്ടുപോയവൾ? വാസു പകയോടെ ചോദിച്ചു. ആൻ്റണി അരികിൽ നിൽക്കുന്ന മൈക്കിളിനെ തറപ്പിച്ചൊന്ന് നോക്കി. വാസു ഈ കാര്യം അറിയണമെങ്കിൽ തീർച്ചയായും അത് മൈക്കിൾ ഒറ്റുകൊടുത്തതാവുമെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. അല്ലെങ്കിലും ഏതിനേക്കാൾ കൂടുതൽ വാസുദേവനോട് അടുപ്പം വെക്കാൻ മൈക്കിൾ പല കുറുക്കുവഴികളും തേടുന്ന പോലെ ആൻ്റണിക്ക് തോന്നിയിട്ടുണ്ട്. എന്നോടുണ്ടായ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് കളത്തിയിറങ്ങിയവളാണ് വാസുവേട്ട. അതാണ് വാസുവേട്ടനെ അറിയിക്കാത്തത്. ഏതൻ അല്പം പരിഭ്രമത്തോടെ പറഞ്ഞു. ആ പെൺഡ്രൈവ് എത്ര എളുപ്പം തിരിച്ചെടുക്കണം. തൽക്കാലം ഇപ്പോൾ ഒരു കൊലപാതകമൊന്നും വേണ്ട. ഒരു തരി ചോര വീഴ്ത്താതെ അത് വെടിച്ചേക്കണം. ബാക്കിയൊക്കെ ഇലക്ഷൻ കഴിഞ്ഞിട്ട്, വാസു ഓർമ്മിപ്പിച്ചു. നിന്റെ ഭാഗത്തു നിന്നും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഴ്ച. അറിയാലോ, നിന്നെ ഞാൻ എൻ്റെ വാടക കൊണ്ടായിട്ടല്ല, മകനായിട്ടാണ് കണ്ടിരിക്കുന്നത്. വാസു ഏതനെ തന്നെ നോക്കി. അറിയാം, എൻ്റെ ഭാഗത്തു നിന്നും വാസുവേട്ടന് ദോഷം വരുന്ന ഒരു കാര്യവും ഉണ്ടാവില്ല. ഇത് ഏതൻ തരുന്ന വാക്കാണ്. ഏതൻ്റെ വാക്കുകൾക്ക് വല്ലാത്ത ഉറപ്പുണ്ടായിരുന്നു. തിരക്കാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാൽ വെട്ടി വീഴ്ത്താൻ ഇഷ്ടം പോലെ ആളുണ്ട് രാഷ്ട്രീയത്തിൽ. ഇനിയും എന്നെ ഈ കാര്യത്തിൽ വരുത്തിക്കരുത്, വാസു എടുത്തു പറഞ്ഞു. ഇല്ല, എന്താണ് വേണ്ടത് വെച്ചാൽ ഞാൻ ചെയ്തോളാം, ഏതൻ വാക്കു കൊടുത്തു. വാസു ഏതൻ്റെ പുറത്തൊന്ന് തട്ടി പുറത്തേക്ക് നടന്നു. എടാ മൈക്കിളെ! പുറത്തേക്ക് കടക്കും മുമ്പേ വാസു മൈക്കിളിനെ നോക്കിയൊന്ന് വിളിച്ചു. മൈക്കിൾ വേഗത്തിൽ വാസുവിൻ്റെ അടുത്തേക്ക് ഓടിപ്പിടഞ്ഞു വന്നു. എങ്ങനെ ഉണ്ടടാ അവള്? കൊള്ളാവുന്ന തരമാണോ? വാസു വഷളൻ ചിരിയോടെ ചോദിച്ചു. പറഞ്ഞു കേട്ടിടത്തോളം സുന്ദരിയാണ്. മൈക്കിളിൻ്റെ മുഖത്തും വികൃതമായൊരു ചിരി മിന്നി. കൊള്ളാവുന്നതിനാണെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ് ഇങ്ങ് പൊക്കിയേക്ക്. അവളുടെ അഹങ്കാരവും അങ്ങ് കുറയും. പിന്നെ നമുക്കൊരു രസമല്ലേ? വാസു ഓർമ്മിപ്പിച്ചു. നോക്കി വെച്ചേക്കാം. വാസുവേട്ടൻ പറയുന്ന അന്ന് ഗസ്റ്റ് ഹൗസിൽ എത്തിച്ചേക്കാം, മൈക്കിൾ കൗശലത്തോടെ പറഞ്ഞു. അമർത്തി ഒന്ന് മൂളിക്കൊണ്ട് വാസു പുറത്തേക്ക് നടന്നു. പന്ന മോനെ, കൂടെ നിന്ന് ഉറ്റുന്നോടാ. ആൻ്റണി മൈക്കിളിൻ്റെ കവിളിനിട്ട് തന്നെ ഒന്ന് പൊട്ടിച്ചു. എൻ്റെ വായിൽ നിന്നും അറിയാതെ വീണു പോയതാ അച്ചായ, മൈക്കിൾ അടികൊണ്ട കവിളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ കുമ്പസാരം അങ്ങ് പള്ളിയിൽ മതി, എൻ്റെ അടുത്ത് വേണ്ട. വാസുവേട്ടൻ്റെ വിശ്വസ്തം കളിക്കൽ നിനക്ക് ഈ ഇടയായി കുറച്ച് കൂടിയിട്ടുണ്ട്, ആൻ്റണി പല്ലി ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. മൈക്കിൾ ഒന്നും മിണ്ടാതെ ഉയർന്ന ദേഷ്യം ഉള്ളിലൊതുക്കി ആൻ്റണിയെ തന്നെ നോക്കി. നിങ്ങൾ രണ്ടും തമ്മിൽ തല്ലിയിട്ടെന്താ? ചോദിക്കേണ്ടതും പറയേണ്ടതും ഒക്കെ അവളോടാ, ആ പീറ പെണ്ണിനോട്, ഏതൻ പല്ലി ഞെരിച്ചു. ഇതുവരെ വേണ്ടെന്ന് വെച്ചതാണ്, ഇനി അത് പറ്റില്ല. ഇവിടെ തുടങ്ങുകയാണ് ഏതനും മുക്തയുമായുള്ള യുദ്ധം. ഏതൻ്റെ കണ്ണിൽ പകയിടിഞ്ഞു. മുക്ത തൻ്റെ കയ്യിലിരിക്കുന്ന പെൻഡ്രൈവ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തു. ഒരിക്കൽ നോക്കിയതാണെങ്കിലും അവൾ അത് ഇഴകീറി പരിശോധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് എന്തായാലും തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. വാസു സമ്പാദിച്ച അനധികൃതമായ ചില കാര്യങ്ങളാണ് അതിലേറെയും. മുക്ത അത് കോപ്പി ചെയ്ത് വെച്ച് കൊണ്ട് വേഗത്തിൽ പെൻഡ്രൈവ് ഊരി. ഇതൊക്കെ എൻ്റെ ലാപ്ടോപ്പിലേക്ക് തന്നെ സേവ് ചെയ്യണോടി? ഗൗതമി ചുണ്ടൊന്ന് കൂട്ടിക്കൊണ്ട് ചോദിച്ചു. ഇപ്പോൾ ഇതാണ് സേഫ്. ഒരു പക്ഷേ എൻ്റെ വീടുൾപ്പെടെ ആക്രമിക്കപ്പെട്ടേക്കാം. അപ്പോൾ ഈ തെളിവുകൾ എൻ്റെ കൈവശം ഒരിക്കലും സേഫായിരിക്കില്ല, മുക്ത ആലോചനയോടെ പറഞ്ഞു.
ആക്രമിക്കപ്പെടുമെന്നോ? നീ ഇതെന്തൊക്കെയാ പറയുന്നേ? ഗൗതമി ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റു. ഏതാ ഇനിയും അടങ്ങിയിരിക്കില്ല ഗൗതമി. അതിനു മുന്നേ അവനെപ്പറ്റി ഞാൻ അറിഞ്ഞ കാര്യങ്ങൾക്ക് പിന്നെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന കുറേ സത്യങ്ങളുണ്ട്. അതൊന്ന് ചികഞ്ഞെടുക്കണം. മുത്തേ, നീ ഇനി ഇതിൻ്റെ പിന്നാലെ പോവല്ലേ? എത്ര തവണയായി ഞാൻ പറയുന്നു. ഗൗതമിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇതിലൊക്കെ എന്തോ ഒരു നിയോഗം ഒളിഞ്ഞിരിപ്പുണ്ട്. അല്ലെങ്കിൽ മേരിയമ്മയെ ഞാൻ കാണാനും സ്റ്റീജമോളുടെ കാര്യം അറിയാനും ഇടവരില്ലല്ലോ. മുക്ത പതിയെ ചിരിച്ചു. അപകടമാണ് മുക്തേ. ഗൗതമി താക്കീതോടെ അവളെ നോക്കി. അറിയാം, പക്ഷേ കളത്തിലിറങ്ങി കഴിഞ്ഞില്ലേ. ഇനി തിരികെ കയറുക അത്ര എളുപ്പമല്ലടാ. ഇനി ഞാൻ അതിന് വിചാരിച്ചിട്ടും കാര്യമില്ല. ഏതൻ സമ്മതിക്കില്ല. മുക്തയുടെ വാക്കുകൾ കേൾക്കെ ഗൗതമിയുടെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം തോന്നുന്നുണ്ടായിരുന്നു. മുക്ത അപകടം ക്ഷണിച്ചു വരുത്തുകയാണെന്ന് ഗൗതമിയുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എന്ത് പറഞ്ഞ് മുക്തയെ തടയണമെന്ന് അവൾക്കറിവില്ലായിരുന്നു. വാതിലിൽ തുടരെയുള്ള മുട്ടുകേട്ടാണ് ഏതൻ പുറത്തേക്ക് വന്നത്. വാതിൽ തുറന്നപ്പോൾ തൊട്ടു മുന്നിൽ കണ്ടത് മുക്തയെയാണ്. ഒരു കോട്ടൺ ചുരിദാറാണ് ആളുടെ വേഷം. അധികം ചമയങ്ങളൊന്നുമില്ലാത്ത മുഖം. പക്ഷെ അവളുടെ കണ്ണുകൾ തന്നെയായിരുന്നു അവളുടെ മുഖത്തെ ഏറ്റവും വലിയ അലങ്കാരമെന്ന് ഏതന് തോന്നി. അവൾ മൗനമായി ഇരിക്കുമ്പോഴും ആ മിഴികൾ സംസാരിക്കുന്നുണ്ട്. തന്നെ നോക്കി അവ വെല്ലുവിളിക്കുന്നുണ്ട്. എന്താണ് സാർ സൂക്ഷിച്ചു നോക്കുന്നത്? ഇത്ര വേഗം മറന്നോ? മുക്ത ഏതന് ചുഴിഞ്ഞൊന്ന് നോക്കി. ആ ചോദ്യത്തിൽ പൊടുന്നനെ ഏതന് ചിരിയാണ് വന്നതെങ്കിലും അവനത് സമർത്ഥമായി ഒളിപ്പിച്ചു. അങ്ങനെ മറക്കാൻ പറ്റുമോ? നമ്മൾ പോര് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. സ്ഥിരമുള്ള ഗൗരവഭാവത്തോടെ അവൻ മറുപടി നൽകി. മുക്ത അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കിയൊന്ന് ചിരിച്ചു. തൊട്ടടുത്ത നിമിഷം സ്റ്റീജമോൾ മുക്തയെ കാണെ അകത്തു നിന്ന് ഓടി വന്നുകൊണ്ട് അവളുടെ മാറിലേക്ക് വീണിരുന്നു. അവൾ മുക്തയെ തൊട്ടും തലോടിയും ഉമ്മ വെച്ച് നിൽക്കുന്ന കണ്ടപ്പോഴേ ഏതന് മനസ്സിലായി, ചുരുങ്ങിയ ദിവസം കൊണ്ട് സ്റ്റീജമോളുടെ മനസ്സിൽ മുക്ത ഉണ്ടാക്കിയെടുത്ത സ്ഥാനം എന്താണെന്ന്. തൊട്ടുപുറകിലായി മേരിയമ്മയും എത്തിയതോടെ മുക്ത ബാഗിൽ നിന്നും വലിയ 2 ചോക്ലേറ്റ് എടുത്ത് സ്റ്റീജമോൾക്ക് കൊടുത്തുകൊണ്ട് അവളെ അല്പം നീക്കി നിർത്തി. ഏതൻ മുക്തയുടെ ഓരോ ചലനങ്ങളും നോക്കിക്കൊണ്ട് ആ നിൽപ്പ് തന്നെ നിന്നു. അമ്മച്ചിയെ സുഖല്ലേ? മുക്ത ഒരു പ്രത്യേക താളത്തിൽ ചോദിച്ചുകൊണ്ട് മേരിയെ നോക്കി. മേരി ഒരു പതർച്ചയോടെ മൂളി. അവൾക്ക് തന്നെ കാണുമ്പോൾ എന്നുമില്ലാത്തൊരു പരിഭ്രമമുള്ള പോലെ മുക്തക്ക് തോന്നി. അമ്മച്ചിക്ക് എന്തോ ഒരു ടെൻഷൻ. മുക്ത കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് അവരോട് എടുത്തു ചോദിച്ചു. എന്ത് ടെൻഷൻ? മോളെ കണ്ടതിൽ സന്തോഷമാണ്. മേരി ഏതനെ ഒന്ന് ഏറുകണ്ണിട്ട് നോക്കി വിക്കി വിക്കി പറഞ്ഞു. അല്ല, ഏതനിങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ ഏതനെ പറ്റി 2 കല്ല് വെച്ച നുണ പറഞ്ഞ് എൻ്റെ അടുത്തിൽ നിന്നും കാശ് പിഴിയാൻ പറ്റില്ലല്ലോ എന്ന സങ്കടം മറ്റോ ആണോ എന്ന് ചോദിക്കുമായിരുന്നു. മുക്തയുടെ കണ്ണിൽ കനൽ കൂടുന്നത് ഏതൻ കാണുന്നുണ്ടായിരുന്നു. മോൾ എന്തൊക്കെയായി പറയുന്നത്? മേരി നിന്ന് വിയർത്തു. നിന്ന് നാടകം കളിക്കാതെ തള്ളേ. ഇനി ഇവിടെ കിടന്ന് സത്യഭാമ കളിച്ച കാലയിൽ വാടി ഞാൻ നിലത്തടിക്കും. മുക്ത ദേഷ്യത്താൽ വെട്ടിയുറച്ചു. മോളെ ഞാൻ മിണ്ടിയാൽ ആ നാവ് ഞാൻ പിഴുതിങ്ങെടുക്കും. ഏത് നിങ്ങളെ പെറ്റ തള്ളയല്ലേ എന്ന് വിചാരിച്ചായിരിക്കും ഒന്നും ചെയ്യാതെ വെച്ചിരിക്കുന്നത്. പക്ഷെ എനിക്കതിൻ്റെ ആവശ്യമില്ല. മുക്ത അവർക്ക് നേരെ ചീറി. നിങ്ങളെപ്പറ്റി ഞാൻ എല്ലാം അറിഞ്ഞു, എല്ലാം. ലോകത്തിൻ്റെ ഒരു കപടമുഖവും അറിയാത്ത ഈ കുഞ്ഞിനെ വിൽക്കാൻ നടക്കുന്ന നിങ്ങളൊക്കെ ഒരു സ്ത്രീയാണോ? മുക്ത അലറി. നിർത്തടി നീ. കൂടുതൽ നേരമായാലും ചിലക്കുന്നു. ഞാൻ പറ്റിയിട്ടതാണെങ്കിൽ അവളെ വിൽക്കണോ വളർത്തണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. മേരി ചുണ്ടൊന്ന് കൂട്ടിക്കൊണ്ട് പറഞ്ഞു. തൊട്ടടുത്ത നിമിഷം കൈ പുറകിലേക്ക് വലിച്ചുകൊണ്ട് ശക്തമായി മേരിയുടെ കവിളിൽ മുക്ത ആഞ്ഞു തല്ലിയിരുന്നു. മേരി ആ അടിയിൽ വേച്ചുപോയി. അവൾ കണ്ണു മേശി മുക്തയെ നോക്കി. സ്റ്റീജമോൾ അത് കാണെ മുക്തയെ ഭയത്തോടെ നോക്കിക്കൊണ്ട് അവളുടെ അരികിൽ നിന്നും ഏതൻ്റെ പിറകിലേക്ക് ഒളിച്ചു. മുക്ത മേരിയുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു. എൻ്റെ അമ്മ ആവാനുള്ള പ്രായമുണ്ട് നിങ്ങൾക്ക്. പക്ഷെ തെറ്റിൻ്റെ മുന്നിൽ സ്ത്രീയും പുരുഷനും പ്രായക്കൂടുതലും പ്രായക്കുറവും ഒന്നും കണക്കാക്കരുതെന്നാണ് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളെ ഞാൻ ഒരു സ്ത്രീയായി പോലും കണക്കാക്കിയിട്ടില്ല. പുഴുത്ത ജന്മം. മുക്ത പല്ല് ഞെരിച്ചു. മേരി പകയോടെ മുക്തയെ നോക്കി. ജനിച്ചു വീണ് ഓർമ്മ വെച്ച നാൾ മുതൽ നിങ്ങളെയാണ് സ്റ്റീജമോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവൾ നിങ്ങളെ ഇത്രയും വിശ്വസിച്ചു കൂടെ നടക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഇരട്ടമുഖം വേർതിരിച്ചറിയാനുള്ളൊരു കഴിവ് അതിനില്ലല്ലോ. അത് നിങ്ങൾ ആവോളം മുതലെടുക്കുകയും ചെയ്യുന്നു. പ്രസവിച്ചത് കൊണ്ട് മാത്രം ആരും അമ്മയാകില്ല.
മുക്ത പറയുകയല്ലായിരുന്നു, ചീറുകയായിരുന്നു. നീ നിന്റെ കാര്യം നോക്കടി, എൻ്റെ കുടുംബകാര്യത്തിൽ വന്നുണ്ടാക്കാൻ നോക്കല്ലേ. മേരി പല്ല് ഞെരിച്ചു. ഇടപെട്ട നിങ്ങൾ എന്ത് ചെയ്യും? മുക്ത വെല്ലുവിളിയോടെ അവരെ തന്നെ നോക്കി. നിങ്ങളായിട്ട് കള്ളം മെനഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നതാ. ഇനി ഈ കളിയിൽ നിന്നും എനിക്കൊരു തിരിച്ചുപോക്കില്ല. സ്റ്റീജമോളെ വിറ്റ് തിന്നാനുള്ള നിങ്ങളുടെ ആഗ്രഹം ഞാൻ നടത്തിക്കുകയുമില്ല. സ്റ്റീജമോളെ എങ്ങനെ കൂടെ കൂട്ടണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പ്രസവിച്ച സ്ത്രീ അവളെ വിൽപ്പനച്ചരക്കായി കാണുന്നു. ആങ്ങളായ ഒരുത്തൻ കൂലിക്ക് തല്ലാൻ നടക്കുന്നു. ഇവളിവിടെ സുരക്ഷിത അല്ല എന്നും പറഞ്ഞ് മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു പരാതി ഞാൻ കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. നിയമവും നീതിയും ആ വഴിക്ക് നടക്കട്ടെ. പക്ഷെ അതിനു മുമ്പേ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്നും കള്ളക്കണ്ണീർ പൊഴിച്ച് ഊറ്റിയെടുത്ത പണം മുഴുവൻ എനിക്ക് തിരികെ കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ മുക്ത വിരൽ ചൂണ്ടിക്കൊണ്ട് മേരിയെ തറപ്പിച്ചൊന്ന് നോക്കി. മേരി നിന്ന നിൽപ്പിൽ ഉരുകി ഒലിച്ചു പോയി. താനായി തൻ്റെ കുഴി തോണ്ടിയ പോലെയാണ് അന്നേരം മേരിക്ക് തോന്നിയത്. ഇപ്പോൾ സ്റ്റീജമോളുടെ അമ്മച്ചി ചെല്ല്, ഞാൻ ഇനിയും വരും. അന്നേരം വിശദമായി ഒന്നുകൂടെ കാണാം. മുക്ത കണ്ണു ചുരുക്കിക്കൊണ്ടു പറഞ്ഞു. മേരി തടി കിട്ടിയാൽ മതി എന്നൊരു മട്ടിൽ ഉള്ളിലേക്ക് ഓടി. മുക്ത ഏതൻ്റെ പിറകിൽ നിന്നിരുന്ന സ്റ്റീജമോളെ പതിയെ മുന്നോട്ട് നിർത്തിക്കൊണ്ട് അവളുടെ നെറുകയിൽ ഒന്ന് തലോടി. പേടിക്കാതെ, ചേച്ചിയുണ്ട് കൂടെ. മുക്തയുടെ കണ്ണിൽ വാത്സല്യം നിറഞ്ഞു. തിരിഞ്ഞ് ഏതനെ ഒന്ന് നോക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ വിവേചിച്ചറിയാൻ പറ്റാത്ത ഒരു ഭാവമാണ്. മുക്ത ബാഗിലിരുന്ന പെൻഡ്രൈവ് അവന് നേരെ നീട്ടി. ഏതൻ സംശയത്തോടെ അവളെ ഒന്ന് നോക്കി. ഏതൻ, നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചതാണ്. പക്ഷേ അതൊരു ഇളവായി ഞാൻ കണക്കാക്കുന്നില്ല. അതിന് എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. ഏതൻ ഭാവമാറ്റമൊന്നുമില്ലാതെ അവളുടെ കയ്യിൽ നിന്നും പെൻഡ്രൈവ് വാങ്ങി. ഇനി നീ ഈ കളത്തിൽ ഉണ്ടാവരുത്. ഏതന് കുറേ കാലമായി ക്ഷമിച്ച് ശീലമില്ല. തെറ്റിന് പകരം ശിക്ഷ, അതാണ് രീതി. പക്ഷേ നിനക്ക് ഞാൻ അവസാനമായി ഒരു താക്കീത് തരുന്നു. ഏതൻ കൈകൾ പിണച്ചു കെട്ടി അവളെ നോക്കി. തുടരും സൂര്യകാന്തി. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചാനലിൻ്റെ തുടക്കമാണ്, അപ്പോൾ നിങ്ങളുടെ അത്രയും പ്രോത്സാഹനം അത്രയും ആവശ്യമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വായിക്കുക. കഥാജാലകം എന്ന ചാനലാണ് ആദ്യമായി നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് വേറൊരു ചാനൽ കൂടെയുണ്ട്, കഥാകൂട്ട്. ആ ചാനലിലും ഒരുപാട് നല്ല നല്ല കഥകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതും പോയി വായിക്കാം. താങ്ക് യു.